വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ വീണ്ടും ഞങ്ങൾ വന്നിരിക്കുകയാണ് പുതിയൊരു ചലഞ്ചുമായിട്ട്. ഗെയിമിന്റെ പേര് എന്താണ്? ടാബു ഗെയിം. അപ്പം എന്താ ബാബു? ബാബു അല്ല, ടാബു. എന്താണ് ഈ ടാബു? ടാബു ബാബുമാരൊന്ന് ക്ഷമിച്ചേക്ക്. എന്താണ് ഈ ടാബു? ടാബു ഗെയിം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മളിപ്പോ ഒരു സാധനത്തിനെ പറ്റി ഒരാൾ പറയുന്നുണ്ടാവും. അതായത് ഫോർ എക്സാമ്പിൾ ആൻഡി ഇപ്പൊ എന്നോട് പറയും, ഞാൻ പറയാൻ പോകുന്നത് അല്ല, എന്നോട് പറയും നീ പറയേണ്ടത് ഇന്ന സാധനത്തിനെ പറ്റിയിട്ടായിരിക്കും. ഐസ്ക്രീമിനെ പറ്റിയിട്ടാ ഞാൻ പറയണ്ടേന്ന് ആൻഡി പറയും. പക്ഷെ ഐസ്ക്രീം എന്നുള്ള പേര് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷെ അതിനെ എക്സ്പ്ലെയിൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ. അതെന്താ, എന്തിനാ അങ്ങനെ നമ്മൾ അതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവരും യൂസ് ചെയ്യാതെ എല്ലാരും അത് കഴിക്കും, ലിക്ക് ചെയ്യുന്നതാ ഭംഗികളാണ്, അങ്ങനത്തെ രീതിയിൽ പറയണം. പക്ഷെ ആന്റി ഇത് എന്നെ മാറ്റി നിർത്തി എന്നോടായിരിക്കും ഈ കാര്യം എന്താ ഞാൻ പറയുന്നതെന്ന് പറയുന്നത്. നിങ്ങളോടും അവളോടും ആന്റി പറയുന്നത്, ഞാൻ പറയാൻ പോകുന്നത് വേറൊരു ഐസ്ക്രീമുമായിട്ട് സിങ്ക് ആവുന്ന എന്തെങ്കിലും ഒരു സാധനമായിരിക്കാം നിങ്ങളോട് പറയുന്നത്. പക്ഷെ അത് എനിക്കറിയില്ല എന്താ പറയുന്നത്. ചിലപ്പോ നിങ്ങളോട് പറയുന്നത് ഞാൻ പറയാൻ പോകുന്നത് ലിപ്സിനെ പറ്റിയിട്ടായിരിക്കും എന്ന് പറയും. ലിപ്സിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഞാൻ പറയുന്നതും ഇതും വെച്ചിട്ട് ഫണ്ണാവുമല്ലോ. അതെ, നമ്മുടെ ഉദ്ദേശം ഇന്നത്തെ എന്താകും എങ്ങനെയാകും ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ഏതായാലും നമുക്ക് ഗെയിം കളിച്ചു നോക്കാം. അപ്പൊ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഗെയിം ഫസ്റ്റിൽ കളിക്കാൻ പോകുന്നത് ഞാൻ തന്നെയാണ്. മുറുക്ക പൊത്തിക്കണം. ഒന്നുമില്ല. ശരിയായപ്പോഴത്തേക്ക് പോയി. സോപ്പ്. കഴിഞ്ഞോ? പറയട്ടെ. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഇത്. നമ്മള് ലിക്ക് ചെയ്ത് കഴിക്കും. ഇത് പല ഫ്ലേവറിലുണ്ട്. ആൻഡ് ഇത് നമ്മൾ ചൂട് സമയത്താണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ തണുപ്പ് സമയത്ത് വേണ്ടേ? തണുപ്പ് സമയത്ത് അങ്ങനെ എല്ലാവരും കഴിക്കത്തില്ല, അങ്ങനെ ഉപയോഗിക്കത്തില്ല. തണുപ്പ് സമയത്ത് അങ്ങനെ എല്ലാവരും ഉപയോഗിക്കത്തില്ല. വേണ്ട, ആവശ്യമുള്ളവർ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇത് എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല, ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെണ്ണുങ്ങൾക്കും എല്ലാം ഇഷ്ടമാണ്. കൂടുതലും പെൺപിള്ളേർക്കാണ് തോന്നുന്നു ഇഷ്ടം. അപ്പൊ അതാണ് നിങ്ങൾക്ക് വേണ്ടത്. വേണ്ട ഉണ്ട്, ഇഷ്ടമുള്ളവരും ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടമല്ല. പെണ്ണുങ്ങൾക്ക് ചിലർക്ക് ഇഷ്ടമല്ലാത്തവരുണ്ട്. പിന്നെ ഇത് പല ഇതിലുണ്ട്, കളറിലുണ്ട്, പല കളറിലുണ്ട്. ഇത് നമുക്ക് നല്ലൊരു ആശ്വാസം ചെയ്തു നമ്മളിത് കഴിച്ചു കഴിയുമ്പോ നല്ലൊരു ആശ്വാസം കിട്ടും. വയറ്റിന് നല്ല സുഖമായിരിക്കും. നിങ്ങളെന്താ എനിക്കറിയില്ല അവിടെ എന്താ ചെന്നിരിക്കുന്നത്. പക്ഷെ ഓക്കെ, നല്ലൊരു സുഖമുള്ളൊരു സാധനമായിരിക്കും. ഐസ്ക്രീം. ഞാൻ ഐസ്ക്രീമിനെ പറ്റിയാ പറഞ്ഞേ. നിങ്ങൾ എന്തിനെ പറ്റിയാ കേട്ടത്? എന്നോട് അമ്മ പറഞ്ഞത് സോപ്പ്. വയറ്റ് നല്ല സുഖമുള്ള. അടുത്ത ഇതിലേക്ക് പോവാം. ഇതിൽ ആന്റി അവളോട് പറയും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്, ബാക്കി നമ്മളോട് പറയും. പറയട്ടെ. ബനാന. ഓക്കെ, കേട്ടാ തോന്നുന്നു. കേട്ടോ? ഇല്ല. ഓക്കെ. ഇത് എല്ലാവരെയും യൂസ് ചെയ്യും. പിന്നെന്താ, എനിക്കതിൽ കുറെ ബട്ടൺസ് ഉണ്ട്. എനിക്കിതുവരെ കിട്ടിയിട്ടില്ലല്ലോ ബട്ടൺസ്. നന്നായി. നല്ല രസമാണ് കാണാൻ.
പിടിക്കാനൊക്കെ നല്ല രസം. പിന്നെന്താ ലൈക്ക് അതിന് വേണ്ടിട്ട് നമ്മൾ അടി പിടിക്കാറുണ്ട്. ഉദ്ദേശിക്കുന്നത് അത് കൈ വെച്ച് പ്രസ് ചെയ്താൽ അല്ല ക്ലിക്ക് ചെയ്താൽ നമുക്ക് പല സാധനങ്ങളും കാണാൻ പറ്റും. എന്നിട്ട് കണ്ടിട്ടുണ്ടോ? എന്നാ പറഞ്ഞു കൊടുത്തേക്ക്. പിന്നെ അതില് റെഡ് ബട്ടൺ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബാക്കി ബ്ലാക്ക്. എവിടത്തെയാ? കേരളത്തിലാണ് പുറത്തെ? എല്ലായിടത്തും ഉണ്ട്. കേരളത്തിലൊന്നും കണ്ടിട്ടില്ല. പോരെ അതെ, മതിയില്ലേ? റിമോട്ടാണോ ഉദ്ദേശിക്കുന്നത്? അതല്ലേ അതാ ചോദിച്ചത്. ഗ്രീൻ ബട്ടൺ റെഡ് ബട്ടൺ അല്ല, എന്താന്ന് ഗ്രീൻ കളർ ഉണ്ട്, റെഡ് കളർ. അതാ ചോദിച്ചത് കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വരുന്നതാണോ? കേരളത്തിൽ അത്രയും സംഭവം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് റൗണ്ടിൽ പോവാം. ഈ ബനാനയെ റിമോട്ടും കൊണ്ട് നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അങ്ങനെ ഗൈസ്, ഞാൻ എന്താ ഈ റൗണ്ടിൽ വന്നിരിക്കുകയാണ്. ഈ റൗണ്ട് തൊട്ട് നമ്മൾ ചെവിയിലെ ഹെഡ്സെറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഷീല. കാരണം ഷീ ആയിട്ട് എന്നെ കളത്തരം കാണിക്കാതിരിക്കാൻ വേണ്ടി ചെവിയിൽ ഹെഡ്സെറ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ അതൊന്നും അറിയുന്നില്ല കേട്ടോ, താളം ഒന്നും അറിയുന്നില്ല, അവിടെ പാട്ടൊക്കെ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ റൗണ്ടില് ഷിജി പറയാൻ പോകുന്നത് ഇന്നർ വെയറിനെ പറ്റിയിട്ടായിരിക്കും. ഇന്നർ വെയർ. ഓക്കെ, അപ്പൊ ഞാൻ ഷീയോട് ചെവിയിൽ പറഞ്ഞു കൊടുക്കട്ടെ ഷീ എന്താ പറയാൻ പോകുന്നേന്ന്. ഓക്കെ, ഓക്കെ 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 ഓക്കെ. ഷീയാണ് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾക്ക് ആ സാധനത്തിനെ പറ്റിയുള്ള വിവരം ഷീ ഇപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. തുടങ്ങട്ടെ രമണ? ഓക്കെ, ഇനി ഞാനിത് ആരംഭിക്കാൻ പോവുകയാണ്. ഇത് കൂടുതലും പെണ്ണുങ്ങൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. ശരി, അപ്പൊ ആണുങ്ങൾക്ക് വേണ്ട, വേണമെങ്കിൽ യൂസ് ചെയ്യാം. വെരി ഗുഡ്. ഇത് ഇത് ഇട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. പല വെറൈറ്റിയിലുണ്ട് ഇത്. അതെ, പല പ്രായമുണ്ടല്ലോ. ആണുങ്ങൾ വളരെ റെയറായിട്ട് മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളൂ. ചിലത് നല്ല മണിയൊക്കെ ഉള്ളതാണ്. ഇതിൽ ചിലതിന് നല്ല നീളമാണ്. ശരി, അത് നമ്മളിങ്ങനെ നമ്മളെ ബസ്സിലൊക്കെ പോകുമ്പോഴും നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നല്ല രസമാണ് അത് കാണാനായിട്ട്. കാരണം അത് നന്നായിട്ട് ഡാൻസ് ചെയ്തോണ്ടിരിക്കും. എന്തേ ഡാൻസ് ചെയ്യണ്ട? പിന്നെ സിനിമാ നടികളൊക്കെ വളരെ വലിയ സംഭവമൊന്നുമില്ല. സിനിമാ നടികളൊക്കെ ഇതിന്റെ വലിയ ഇതാണ് യൂസ് ചെയ്യാറുള്ളത് കൂടുതൽ. അയ്യോ, വെറൈറ്റി കളറിലും വെറൈറ്റി ഡിഫറെന്റ് ആയിട്ടുള്ള മോഡൽസിലും ഒക്കെയുള്ള ഈ പല പല മോഡലിലുള്ള ഈ സംഭവം കാണാൻ വളരെ വളരെ ഭംഗിയാണ്. നമ്മൾ കടകളിൽ ചെന്നാൽ നമ്മളിങ്ങനെ നോക്കി നിൽക്കും, ഇതിങ്ങനെ തൂക്കിയിട്ടുണ്ട്. നോക്കിയിരിക്കും എല്ലാരും കിട്ടി. എനിക്ക് മനസ്സിലായില്ല. എന്തേലും മനസ്സിലാവരുത്, അതാണ് എന്റെ. അപ്പൊ എനിക്ക് ഒരു പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ദേഹത്തിന് മനസ്സിലായിട്ടില്ല ഞാൻ പറഞ്ഞത്. ഈ ബസ്സിലൊക്കെ തൂക്കിയിടുന്ന ടെഡി ബിയറോ തൂക്കിയിടാറുണ്ടോ? പക്ഷെ സിനിമ നടികള് കൂടുതല് യൂസ് ചെയ്ത് പറഞ്ഞപ്പോ ഒരു കൺഫ്യൂഷൻ. എന്താണ് കിട്ടിയത്?
എനിക്ക് കിട്ടിയത് കമ്മലായിരുന്നു. ഇയറിംഗ്സ് ആയിരുന്നു ഞാൻ കൊടുത്തിരുന്നത്. ആണ്ടി ഇത് തൂക്കിയിടുന്നു. ഇട്ടോണ്ട് പോകുമ്പോ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന കണ്ടിട്ടില്ലേ? വണ്ടിയിൽ കയറുമ്പോ ഇങ്ങനെ വണ്ടി ഇങ്ങനെ കുടുംബ ഇതുപോലെ ഇങ്ങനെ ഡാൻസ് കളിക്കും കമ്മല്. മനസ്സിലായിട്ടില്ല. അതാ ഞാൻ എന്നാ പറഞ്ഞെന്നറിയാവോ? അണ്ടർവെയർ കടയിൽ കയറുമ്പോ എല്ലാരും നോക്കി നിൽക്കും. റയറായിട്ട് മാത്രമേ ആളുകൾ യൂസ് ചെയ്യുള്ളൂ. അതെപ്പോഴേലും മനസ്സിലാക്കത്തില്ല ഇത് ഇതല്ലാ സാധനം ഒന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ നമുക്കിനി ഇവക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇവളുടെ ചെവിയിൽ ഇനി ഹെഡ്സെറ്റ് വെച്ച് കൊടുക്കാം അല്ലെ. അപ്പൊ ഇവളിപ്പോ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എന്തിനെ പറ്റിയാണെന്നറിയാവോ? യൂറോപ്യൻ ക്ലോസറ്റിനെ പറ്റിയിട്ടാണ്. വേറെ ഒന്നും കിട്ടിയില്ല. യൂറോപ്യൻ ക്ലോസറ്റിനെ പറ്റിയിട്ടാണ് അവൾ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അവൾക്ക് പറഞ്ഞു കൊടുക്കാം അല്ലെ. എഴുതിക്കോ, അല്ല ഊരിക്കോ, എഴുതിക്കോ. പാട്ട് കേൾക്കാനല്ലേ, പറഞ്ഞു കൊടുക്കാം അല്ലെ. സിറ്റത്താണോ? ഓക്കെ. സെറ്റ്. ഇത് ഡിഫറെന്റ് വെറൈറ്റി കളേഴ്സിലുണ്ട്, പല ഫ്ലേവറിലുണ്ട്. പിന്നെന്താ, കോമൺ ആയിട്ട് പെണ്ണുങ്ങളാണ് ഇടാറ്. ലൈക്ക് ഇങ്ങനെ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോഴോ അങ്ങനെ വേണ്ട. സാധനം ഇട്ട നല്ലൊരു ഗ്ലോ ആണ്. ഓൾമോസ്റ്റ് കൂടുതലും ഗേൾസ് ആണ് ഇടാറ്. കുഞ്ഞു പിള്ളേർ തൊട്ട് ഇടും. ഇപ്പത്തെ ജെൻസി പിള്ളേര് ഇടും. ജെൻസി പിള്ളേര് തൊട്ട് ഇടാറുണ്ട്. എങ്കിലും നോർമലായിട്ട് നോക്കാൻ ഒരു 18 വയസ്സിന് മുകളിലോട്ടുള്ള പിള്ളേരാണ് കുറച്ചുകൂടി കൂടുതൽ. താഴെയുള്ള പിള്ളേർ തേഞ്ഞു. ഇത് കടകളിലൊക്കെ നല്ല ഭംഗിയിലാണ് അടുക്കി വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയാണ്, അത് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നല്ല ഭംഗിയായിട്ട്. പിന്നെ അത് പല പല കമ്പനിയുടെ സാധനമാണ്, പല പല ബ്രാൻഡാണ്. മനസ്സിലായോ എന്താ? ലിപ്സ്റ്റിക്ക്. അതെ. എന്താ അമ്മ തന്നെ പറഞ്ഞേ? യൂറോപ്യൻ ക്ലോസറ്റ് ഇടാൻ വേണ്ടിട്ട് വെച്ചേക്കോ. ജെൻസിന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ ഗൈസ് ഞാൻ വന്നിരിക്കുകയാണ്. പണി കൊടുക്കാനും പണി മേടിപ്പിക്കാനും എല്ലാമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അവിടെ ഒരാൾ പാട്ടൊക്കെ കേട്ടിരിക്കും. ആ പാട്ട് ഇവിടെ വരെ കേൾക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കാൻ പോവാണ്. ഓക്കെ, ചേച്ചി എന്താ പറയണ്ടെന്നും ചേച്ചി എന്താ പറയാൻ പോകുന്നതെന്നും ഒക്കെ എനിക്ക് പറയാം. ചേച്ചി പറയാൻ പോകുന്നത് ടൂത്ത് ബ്രഷിനെ പറ്റിയാണ്. ഓക്കെ, ബ്രഷ്, ടൂത്ത് ബ്രഷ്. ഓക്കെ, ഇത് കറുത്ത കളറിലാണുള്ളത്. ഇത് ഒരു നല്ല മഷിയൊക്കെ ഉള്ളൊരു സാധനമാണ്. കുറച്ച് നീളത്തിലാണുള്ളത്. ബ്രഷ് ഉണ്ട് അതിന്. ആ ബ്രഷ് വെച്ച് നമ്മുടെ ഇതിൽ വരയ്ക്കുമ്പോൾ നല്ല മനോഹരമായിരിക്കും കാണാൻ. കറുത്ത കളറാണ് അതിന്. പിന്നെ എല്ലാ പെണ്ണുങ്ങളും യൂസ് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ വന്ന ആണുങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. പണ്ടൊന്നും ആണുങ്ങൾ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പൊ ആണുങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് ആണുങ്ങൾ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എനിക്കായി നന്നായി. പണ്ടാണ് യൂസ് ചെയ്യുന്നില്ലായിരുന്നു. പണ്ട് എനിക്ക് കിട്ടിയത് വെച്ച് പണ്ട് ജനിക്കാനും നന്നായി. അപ്പൊ പണ്ട് ആണുങ്ങൾ യൂസ് ചെയ്യത്തില്ലായിരുന്നു. പിന്നെ
ഇപ്പം എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട് അത്. ജനിച്ച പിള്ളേർ വരെ യൂസ് ചെയ്യും. ജനിച്ച ഉടനെ യൂസ് ചെയ്യത്തില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്കേ യൂസ് ചെയ്യത്തുള്ളൂ. പിന്നെ നമ്മുടെ ഫാഷൻ പീരീഡിനൊക്കെ സൂപ്പർ ആയിരിക്കും ഇത്. ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും, നല്ല സൂപ്പർ ആയിരിക്കും അങ്ങനെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാല്. ബാഗിലോ ചെവിയല്ല അല്ല ഇട്ടോണ്ട് പോകേണ്ട എവിടെയാ? ബാഗിലാണോ ചെവിയിലാണോ? ചെവിയിൽ വരെ ബാഗിലും അല്ല, കണ്ണില്. കണ്ണിലാണ് എല്ലാരും ഇടുന്നത്. ഏറ്റവും കൂടുതൽ മോഡൽസ് യൂസ് ചെയ്യുന്നത്. ബാഗുകളൊക്കെ ഇപ്പൊ വേണ്ടേ? കല്യാണത്തിനൊക്കെ പോകുമ്പോ ഇടാം, അല്ലാത്തപ്പം വേണ്ട. കല്യാണത്തിന് നമ്മൾ വെറുതെ വീട്ടിലിരിക്കുമ്പോ എന്തിനാ അതൊക്കെ ഇടുന്നേ? അവിടെ പറഞ്ഞു കൊടുത്ത് പേടിയാവുന്നു. അപ്പൊ അങ്ങനെ വെറുതെ വീട്ടിൽ നിൽക്കുമ്പോ വേണ്ടവർക്ക് ഇടാം. പിന്നെ നമ്മുടെ ഈ സീരിയലിലെ അമ്മച്ചിമാരൊക്കെ ഇടും. സീരിയലൊക്കെ അമ്മച്ചിമാരൊന്നും ഇടത്തില്ല. അവർക്കൊക്കെ ഇതിനോടൊക്കെ എതിർപ്പുള്ള ആൾക്കാരായിരിക്കും. ചില അമ്മച്ചിമാർ ഇടുന്നവര് കാണും, എനിക്കറിയത്തില്ല. അടുത്ത് പോകണ്ട. പല കമ്പനിയുടെ ബ്രാൻഡ്, ഭയങ്കര വലിയ ബ്രാൻഡിന്റെ പല വിലയുടെ ഉണ്ട്. പിന്നെ ഇത് ചിലർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സാധനമാണ്. ചിലർക്ക് ഇത് ഇല്ലേലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കൈ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. കൈ വെച്ച് വേണമെങ്കിൽ ശരിയാക്കി കിട്ടുള്ളൂ അവര്. അപ്പൊ ഇത് നമ്മുടെ മുഖത്ത് ഭംഗിയാകാൻ വേണ്ടി, പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിന്റെ ഭാഗത്ത് ഭംഗിയാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. കണ്ണിലിട്ടുകൊണ്ട് പോയാൽ സൂപ്പർ കണ്ണിന് കെട്ടി തൂക്കിയുള്ളൂ. കണ്ണിലിട്ടിട്ട് പോയാൽ സൂപ്പർ ആയിരിക്കും. എന്ത് രസമായിരിക്കും. മതി 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 മതി, ഞാൻ പറയട്ടെ സംഭവം എന്താണ്? ഐലൈനർ അല്ല, ഇത് മറ്റേ ഈ മഷി കൊണ്ട് വരയ്ക്കുന്ന മറ്റേ കാജല, ഐലൈനറോ? അല്ല, അതും അല്ല. ഐഷാഡോ, എനിക്ക് പേരറിയത്തില്ലാത്തത്. ഐഷാഡോ. അപ്പൊ അതാണ് എനിക്ക് കിട്ടിയത്. ബ്രഷ് ആയിരുന്നു, ടൂത്ത് ബ്രഷ്. പണ്ടുള്ള ആളുകൾ അത് യൂസ് ചെയ്യാറില്ല. കെട്ടി തൂക്കിയുള്ളൂ, കണ്ണാ കെട്ടി. പണ്ട് സിനിമാ നടികളൊക്കെ കൈകൊണ്ട് നടക്കുന്ന സാധനം ബാഗിലാണോ ചെവിയിലാണോ തൂക്കി. അതെ, ഈ റൗണ്ടിൽ ആന്റി ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്താൽ എന്താ ആന്റി എക്സ്പ്ലെയിൻ ചെയ്യും എങ്ങനെയാവും നമുക്ക് നോക്കാം. അമ്മ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ചാണകത്തെ പറ്റിയാ. വെരി ഗുഡ്. ഓക്കെ, ചാണകത്തെ പറ്റി ഇപ്പൊ കേൾക്കാം. മുറിത്തു ഇല്ല, അവിടെ ഇരിക്കും. ഓക്കെ, വായിലൂടെ വെള്ളം വരുന്നെന്ന് ഫസ്റ്റിൽ തന്നെ പറയാമല്ലോ. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. എല്ലാവരും, പ്രത്യേകിച്ച് കുട്ടികൾ, ഇത് ഓർഡർ ചെയ്ത് വരുത്താറുണ്ട്. കാരണം കുട്ടികൾക്ക് വീട്ടിലുള്ളതിലും വളരെ ഇഷ്ടം പുറത്തുള്ള സാധനങ്ങള് അതെ വാങ്ങുന്നതിലാണ് കൂടുതലും ഇഷ്ടം. അതിന് വേറൊന്നും വാങ്ങാൻ കിട്ടിയില്ലേ? ഇത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയാലും പുറത്തുനിന്ന് വാങ്ങിയാലും നല്ല സ്മെല്ലാണ്. നമ്മളതിങ്ങനെ തുറന്നിങ്ങോട്ട് വരുമ്പോ നല്ല സ്മെല്ലായിരിക്കും. കഴിക്കാത്തവരോട് കഴിച്ചു പോകും. ശരി, അപ്പം കുട്ടികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട സാധനമാണിത്. ഫംഗ്ഷനുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കൂടുതലും ഫംഗ്ഷനുകളിൽ വളരെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത്. കാണാനും വളരെ ഭംഗിയാണ്. പിന്നെ ഇത് കഴിച്ചാൽ ധാരാളം വെള്ളം കുടിക്കും. കുടിച്ചിട്ടുണ്ടോ? അങ്ങനെ കുടിച്ചിട്ടുണ്ടോ? പിന്നെ ഇനി ഇതിനെ പറ്റി പറയാനുള്ളത് എന്താന്ന് ചോദിച്ചാല് പാഴ്സലായിട്ട് കിട്ടും. ചെന്നാ മതി അങ്ങോട്ട്. കുത്തല്ല അവിടെ പറഞ്ഞത്. കുത്തല്ല ഗോഡ. അവിടെ കിട്ടിയിരിക്കുന്ന സാധനം വേറെന്തോ. നമ്മളെ വീടുകളിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമ്മള് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു സാധനവും കൂടിയാണിത്.
നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കൊടുത്തിട്ടുണ്ടോ അങ്ങനെ? ആ, കൊടുത്തിട്ടുണ്ടോ? ആരുണ്ടാക്കി? ഞാൻ ശരി. ഒന്നുമില്ല, കണ്ടിട്ട് അവിടെ എന്തോ കഴിക്കാൻ പറ്റാത്ത സാധനമാണോ? എക്സ്പ്രഷൻ ഒക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. ഇത് പലതരത്തിലുണ്ടാക്കാം, പല കളറിലുണ്ടാക്കാം. ചിലര് ഉണ്ടാക്കുന്ന വൈറ്റ് കളറായിരിക്കും, ചിലര് യെല്ലോ കളറിൽ വരും. ഓരോരുത്തരും ഉണ്ടാക്കുമ്പോൾ ഓരോരോ രൂപത്തിലും ഓരോരോ ഭാവത്തിലും ഒക്കെ ആകും. അത്രക്കെ ഉള്ളൂ എനിക്ക് ഇതിനെ പറ്റി പറയാൻ. എന്താന്ന് മനസ്സിലായോ? എന്തെങ്കിലും ഗസ്? ഫുഡ് ഐറ്റം എന്തോ അവിടെ കാര്യമായിട്ട് തിന്നുന്നതാണെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു എഗും ചിക്കനും ഒക്കെ വെച്ച് തിന്നാന്നാ പറഞ്ഞത്. ബിരിയാണിയോ ഫ്രൈഡ് റൈസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ബിരിയാണിയാ? അല്ല. ചേച്ചിക്ക് എന്നെ കിട്ടിയെന്ന് അറിയോ? എന്താ കിട്ടിയേ? ഗസ് ഉണ്ടോ ചേച്ചിക്ക് എന്നെ കിട്ടിയെന്ന്? ചേച്ചിക്ക് കഴിക്കാൻ പറ്റാത്ത എന്തോ സാധനം കിട്ടിയെന്ന് മനസ്സിലായി. പക്ഷെ എന്നാന്നറിയില്ല, എന്താന്ന് പിടിയിട്ടില്ല. പച്ച കളറുള്ള സാധനം ഇരിക്കുന്നു. പച്ച കളറില പുല്ല? പുല്ലല്ല, ചാണകം. ചാണകമോ? ചാണകം തിന്ന പല രീതിയിലും പലരുണ്ടാക്കുമ്പോ പല ഷേപ്പിലാകും. എന്തൊക്കെയാ പറഞ്ഞേ? അങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും ഞങ്ങളുടെ ചാണകമൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഗെയിം പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ ചാണകം ഞങ്ങളിവിടെ പല രൂപത്തിലും ഭാവത്തിലും ഇങ്ങനെ ഈ ബിരിയാണി ഉണ്ടാക്കിയതോടുകൂടി നമ്മുടെ ഈ ഗെയിം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അതെ, ടാബോ ഗെയിം ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ അങ്ങനെ നിൽക്കട്ടെ. അതെ, ഈശ്വരന് അറിയാം എന്താ ഇവിടെ നടന്നിരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ നമ്മുടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുക. അങ്ങനെ ഞങ്ങളുടെ ഇൻസ്റ്റാ പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അടിപൊളി ഒരു ഗെയിമുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഗെയിമിന്റെ പേര് എന്താണല്ലേ? ലിപ്സ്റ്റിക്. ലിപ്സ്റ്റിക് അല്ല, ലിപ്സ്റ്റിക്. 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 അമർത്തി വെക്ക്, അമർത്തി വെക്ക്. ഞാൻ പറയുന്നപ്പോ കേക്കല്ലേ കള്ളി? അമർത്തി വെക്കിച്ചൂടെ കേക്കാ ഇപ്പൊ പറയുന്നേ. അടക്കി വെക്കണം ചെവി കുലുക്കരുത്. സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കും. ചെവി കുലുക്കരുത് അമ്മച്ചി, ചെവി കുലുക്കരുത്. ആരോടെ എടുത്തിട്ട് അടിപൊളി പാട്ടാണ് കിട്ടിയത്. ഞാൻ ഡാൻസ് കളിച്ചോണ്ട് ചില്ലി ചെയ്തോണ്ടിരുന്നപ്പോഴാണ് ഞങ്ങള് കണ്ടായിരുന്നു ചില്ലി ചിക്കനും ഓലെ 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 ഓലയും കൊണ്ടോട്ടിരിക്കും. ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സഹകരണത്തിന് നന്ദി, നമസ്കാരം, താങ്ക് യു. അമ്മയ്ക്ക് തുമ്പി തുമ്പി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടുണ്ടോ? ഈ കളറാകത്തില് ഈ കളറാകോ ഞാൻ പറഞ്ഞത് എന്താ അമ്മച്ചിയുടെ വെള്ളം കോരുക. കുറ്റി 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 എന്തെല്ലാം ഉണ്ട് താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കണേ.